Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, ready ആണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ക്രിസ്മസ് സെലിബ്രേഷനും ഈസ്റ്റർ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് നമ്മൾ ഇനി വീണ്ടും അല്ലെ പഠിക്കാനായിട്ട് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. അത് വലിയ ചാപ്റ്റർ അല്ലേ, തീർന്നിട്ടില്ല നമ്മുടെ ചാപ്റ്റർ കേട്ടോ. സുദിന നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. ഇതിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1-2 ക്ലാസ് 2 വീക്സ് അല്ല, 2 ക്ലാസ് മിസ് ആയിട്ടുള്ളൂ. ഇടയ്ക്ക് ഒരു ക്ലാസ് കൂടി ഞാൻ എക്സ്ട്രാ കയറിയും തോന്നുന്നത്. ടീച്ചർ രമ്യ മിസ്സിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അധികം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ എന്താ പറയാ, നമ്മളുടെ സെലിബ്രേഷൻസിന്റെ മൂടൊക്കെ കഴിഞ്ഞു. വിഷു കഴിഞ്ഞു പോയി, അതിന്റെ ഇടയില് ഈസ്റ്ററും കഴിഞ്ഞു പോയി. നമുക്ക് വീണ്ടും പഠിത്തത്തിലേക്ക് വരണം അല്ലെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടേ, ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കണ്ടേ. സോ നിങ്ങളും ഞങ്ങളും കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേരുള്ളൂ ഇന്ന്, എന്നാലും കുഴപ്പമില്ല. സാരില്ല ഇത് വായിച്ച് ഇപ്പൊ നോക്കിയാൽ കുറെയൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ കൂടെ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, സെപ്പറേറ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ലേ സ്റ്റുഡൻസിന്റെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട്, ഇന്നിപ്പോ എന്തെങ്കിലും ഒരു പോയിന്റ് വായിച്ചു നോക്കി, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കി. അപ്പൊ വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത, അതായത് ആ പാരഗ്രാഫ് നമുക്ക് വായിച്ചിട്ട് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല, എന്താണ് അതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരോടൊന്ന് ചോദിക്കാം, എന്താണ് ആ ഒരു പാരഗ്രാഫിൽ എന്താണ് അർത്ഥമാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കുക കേട്ടാ. ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചു നോക്കുക, അവരും അത് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കും. എന്തായാലും അത് പറഞ്ഞു തരില്ലെന്നൊന്നും ആരും പറയില്ല, ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ തന്നെ പറഞ്ഞു തന്നോളാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ എല്ലാവരോടും കൂടിയാ പറയുന്നത്. ആരെങ്കിലും ഒക്കെ ഇപ്പൊ ചില ക്ലാസ്സിൽ കയറാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കണം. എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വായിച്ചു നോക്കണം. ആ നോട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മോക്ക് ടെസ്റ്റുകള്, നിങ്ങൾക്ക് എക്സ്ട്രാ ടീച്ചേഴ്സ് മാർക്ക് ചെയ്യാൻ പറയുന്ന പോയിന്റുകൾ, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഈ 2 കാര്യം ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം മനസ്സിലാക്കി ആൻസർ പഠിച്ചു വെച്ചിട്ട് പച്ചവെള്ളം പോലെ ഇങ്ങനെ എന്താ പറയാ, നമ്മള് LKG UKG പഠിക്കുന്ന പോലെ പൂച്ച പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ എന്താണെന്ന് കൂടി അറിഞ്ഞിരുന്നാൽ നിങ്ങൾ ഒരു ജോലിക്കായിട്ട് പോകുമ്പോൾ പ്രാക്ടിക്കൽ സെഷൻസിൽ നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ, അവരുടെ വർക്ക്, അവരുടെ എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമ്മൾ മാനേജ് ചെയ്യുക, എല്ലാം കൺട്രോൾ ചെയ്യുക അല്ലെ. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് അനുസരിച്ച് പ്രകാരം തന്നെ അതെല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക, അതാണ് ഇതിന്റെ ഉള്ളടക്കം ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് ഓരോ മുക്കും മൂലയും വെച്ചിട്ട് പറയുന്നു ഏതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ആ മാനേജ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നു എന്ന് നമ്മൾ ഇനി വഴിയെ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. അതില്ല എങ്കിലും ആരും പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ അതെനിക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു ഭാഗം എന്താണെന്ന് ആരാണെങ്കിലും എനിക്ക് മനസ്സിലാക്കണം. ഞാനല്ലേ പഠിക്കുന്നത്, അപ്പൊ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയില്ല എങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും അപ്പൊ അത് ആർക്കും തന്നെ പിടികിട്ടിയിട്ടില്ല എന്നായിരിക്കണം അതിന്റെ അർത്ഥം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പറ്റും, എല്ലാവർക്കും പറ്റും. കാരണം എനിക്ക് അറിയാം, അത് കുറെ പേരൊക്കെ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ അവരാണ് ചോദിക്കേണ്ടത്. ടീച്ചറെ അത് ചോദിച്ചപ്പോ ആർക്കത് കിട്ടിയില്ല പറഞ്ഞു തരാനായിട്ട്, അപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പറഞ്ഞു തരാൻ അല്ലെ.
അല്ലാതെ നമ്മളല്ലെങ്കിൽ ഇനി ആ ഒരു കാര്യത്തിന് വേണ്ടി കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു, അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ സുധിനെ ചോദിച്ചതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പൊ നീ പേടിച്ചൊന്നും ഇരിക്കേണ്ട. അയ്യോ അത് ഞാൻ ടീച്ചറോട് ചോദിച്ചു, കുറെ ദിവസം മുമ്പുള്ള കാര്യമാണല്ലോ, ചോദിച്ചപ്പോ ടീച്ചർക്ക് ഇനി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചാൽ വി വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് എല്ലാം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഞാൻ നമ്മള് പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞോ? ഈ ഒരു ബോക്സ് നമ്മൾ പറഞ്ഞു അല്ലെ, പേഴ്സണൽ മാനേജറിന്റെ റോൾ എന്തൊക്കെയാണ്? ഒരു പേഴ്സണൽ മീൻസ് അതായത് എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലികളെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് ആ പേഴ്സണൽ മാനേജർ. ആ പേഴ്സണൽ മാനേജറിന്റെ റോളുകൾ ഏതൊക്കെയാണ്? ഡിഫറെന്റ്ലി അതിനെ കൺവീനിയൻസ് അനുസരിച്ച് 4 ആയിട്ടാണ് ബ്രോഡായിട്ട് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്നിങ്ങനെ 4 ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് എന്താ പറയാ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓരോ വിഭാഗത്തിലും ഓരോ റോളിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സുമായിട്ട്, അതായത് എംപ്ലോയീസുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള കാര്യങ്ങൾ. അഡ്വൈസറി, അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ, ഡെവലപ്മെന്റ് കൊണ്ടുവരാനുണ്ട് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കുക. അതിനുവേണ്ടിയുള്ള അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് അല്ലെങ്കിൽ അഡ്വൈസിംഗ് മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ മാനേജർ. പിന്നെ മാൻ പവർ പ്ലാനിംഗ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ഥാപനങ്ങളും ഓർഗനൈസേഷൻസിലും അവിടെ ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, അവരെ സെലക്ട് ചെയ്യുന്ന രീതികൾ, അവരിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട ഇന്റർവ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മാനേജ്മെന്റ് ഒക്കെ പേഴ്സണൽ മാനേജർ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെന്റിന്, പേഴ്സണൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റിനും അല്ലെ, ജോലി ചെയ്യുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എത്രത്തോളം പുരോഗമനം അല്ലെ. ഒരു ആദ്യത്തെ ദിവസം ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ആ ടീച്ചറുടെ രീതി ഇല്ലേ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്താ കാരണം? എന്താ കാരണം? അതായത് നമ്മളത് ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോ ഒരു ഗ്രൂപ്പിനെ അല്ലെ കുറച്ച് കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങള്, അതല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് പിള്ളേർക്ക് മനസ്സിലാകുമോ എന്നുള്ള പേടി, അങ്ങനെ കുറെ ഫീലിങ്സ് ഒക്കെ കൂടി ആകുമ്പോൾ അടുത്ത ക്ലാസ് 1 or 2 ക്ലാസ് ഒക്കെ ചിലപ്പോൾ ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മളത് പോകെ നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. ഏത് എംപ്ലോയ്മെന്റിലും അങ്ങനെ തന്നെയാണ്, ഏത് ജോലിയിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക ജോലിയിൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് ജോലിക്കായാലും എന്താ പറയുക അവര് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചിലപ്പോഴൊക്കെ ചില എംപ്ലോയീസ് ഒക്കെ ഡൗൺ ആയി പോകുകയാണെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്, അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, എല്ലാ എംപ്ലോയീസിനും. ഓക്കെ, പിന്നെ അവരുടെ ബിഹേവിയർ എന്ന് വെച്ചാൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിപരമായിട്ടും ഓരോ തൊഴിലാളിയും ഏത് രീതിയിൽ ജോലി ചെയ്യുന്നു, ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ മാനേജ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതൊക്കെ അതും പേഴ്സണൽ റോളിൽ വരുന്നതാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് വെൽഫെയർ ആണ്. വെൽഫെയർ എന്ന് പറയുമ്പോൾ ക്ഷേമം, ഇത് എംപ്ലോയീസിന്റെ ക്ഷേമം. നമുക്കറിയാം ക്ഷേമം എന്ന് പറയുന്നത് ക്ഷേമം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതൊക്കെ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ച് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ചില സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ പല അസൗകര്യങ്ങളും എംപ്ലോയീസിന് ചില ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന പ്രശ്നം കൊണ്ട് എനിക്ക് ചിലപ്പോ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് വരാൻ പറ്റുന്നില്ല, ഫുഡ് ചിലപ്പോ എല്ലാ ദിവസവും കൊണ്ടുവരാൻ പറ്റാത്ത ഒരാള് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവിടെയൊക്കെ ഒരു ക്യാൻറ്റീനൊക്കെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പൊ എംപ്ലോയീസിന് കുറച്ചുകൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ അവിടെ നിന്ന് കഴിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊച്ചുകുട്ടികളും തീരെ ചെറിയ ഇൻഫൻസ് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രഷേഴ്സ് അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾ, കുട്ടികളെ നോക്കുന്ന
കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ചില ക്ഷേമത്തിന്റെ ചില കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതാണ് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് വെച്ചിട്ട് അടിയ കൊച്ചുകുട്ടിയൊക്കെ ഉണ്ടാകുന്നത് അല്ലെ. കുറച്ചു ദിവസമൊക്കെ എന്താ പറയുക മെറ്റേണിറ്റി ലീവൊക്കെ കൊടുത്തു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തായാലും വരണം ജോലിക്ക്. അപ്പൊ വീട്ടിൽ വേറെ ആരും നോക്കാൻ അന്വേഷിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം. ദാറ്റ്സ് ഓൾ. ആ എംപ്ലോയീസിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കണ്ടോ, അതായത് ചില എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ വേണം, അവര് ഇമ്പോർട്ടന്റ് ആണ്, അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷന് വളരെ അത്യാവശ്യമാണെങ്കിലും. ഓക്കെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇത്തിരി സ്പീഡിൽ പോയി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കുഴപ്പമുണ്ടോ പറയുന്നത് കൊണ്ട്? ഇപ്പൊ ഇനി പറയുന്നത് കൊണ്ട് ഇനി വീണ്ടും വീണ്ടും എന്തിനാ പറയണേ എന്ന് ചിലർ ചോദിക്കുമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ ഞാനത് നിങ്ങള് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുമ്പോൾ. ഇതൊക്കെ അത്ര വലിയ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു കേൾക്കുമ്പോ. എംപ്ലോയീസിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട വിവിധങ്ങളായിട്ടുള്ള റോളുകളിൽ പ്രവർത്തിക്കേണ്ട ആളാണ് പേഴ്സണൽ മാനേജർ. ഓക്കെ, അപ്പൊ അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കണത്. ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നപരിഹാരം ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ടാണ് ഈ 4 ഡിഫറെന്റ് റോളുകൾ പുള്ളിക്ക് കൊടുത്തേക്കണത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കൂടുതലൊന്നുകൂടി. ഓക്കെ, പിന്നെ എന്താ പറയാ, ഗ്രൂപ്പ് ആയിട്ടുള്ള അവർക്ക് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകള്, കൗൺസിലിങ്സ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, അതായത് ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഒരു നേതൃത്വ സ്ഥാനമൊക്കെ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാവരും ആര് തന്നെ ചെയ്യണം? പേഴ്സണൽ മാനേജർ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ചിലപ്പോ ചില ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കി അവർക്ക് കൂടുതൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അല്ലെ. ചില ആൾക്കാർ നീ ചെയ്ത കണ്ടോ, ഈ ആള് ചെയ്ത പെർഫോമൻസ് അല്ലെങ്കിൽ ഇയാൾ ചെയ്ത കാര്യം വളരെ നല്ല രീതിയിലാണ്, ഇതുപോലെ നിങ്ങളും ചെയ്യാനായിട്ട് നോക്കുക എന്ന് മറ്റുള്ള എംപ്ലോയീസിനെ കൂടി നമ്മൾ അറിയിക്കണം. അത് അറിയിക്കുമ്പോൾ ആ പറഞ്ഞ നമ്മളിങ്ങനെ ഒരു റോളായിട്ട് കാണിച്ചു കൊടുത്ത ആൾക്കും കുറച്ച് മോട്ടിവേഷൻ ആകും. അതോടൊപ്പം തന്നെ അയാൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ലീഡറായിട്ടൊക്കെ നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് അവരിൽ നിന്ന് മറ്റു എംപ്ലോയീസിൽ നമുക്ക് ഓർഗനൈസേഷന് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും കൂടി സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജർ ചെയ്യേണ്ടത്. ക്ലറിക്കൽ റോളില് എന്താ പറയാ, അവര് എംപ്ലോയീസ് വരുന്നതും പോകുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ടൈം കീപ്പിംഗ്, പിന്നെ അവരുടെ സാലറി, അതുപോലെ വേജസ് സംബന്ധമായിട്ടുള്ള മറ്റ് ഇൻസെന്റീവ്സ്, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ കീപ്പ് ചെയ്യണം, റെക്കോർഡിൽ കീപ്പ് ചെയ്യണം. പിന്നെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ റെക്കോർഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഹ്യൂമൻ മാനേജ്മെന്റ്, അതായത് എഞ്ചിനീയറിംഗ് ആണ്. മാൻ മെഷീനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓരോ എംപ്ലോയീസും ഏത് തരത്തിലുള്ള മെഷീനുമായിട്ടാണ് അവർ എൻഗേജ്ഡ് ആകുക, അവരുടെ ആ ഒരു എൻഗേജ്മെന്റ്, ആ ഒരു മെഷീനുമായിട്ടുള്ള എൻഗേജ്മെന്റ് എങ്ങനെയാ, ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുന്ന ഹ്യൂമൻ എഞ്ചിനീയറിംഗ് നമ്മുടെ ഇയാളുടെ, അതായത് പേഴ്സണൽ മാനേജറുടെ ക്ലിനിക്കൽ റോളിൽ വരുന്നതാണ്. ഇനി അവസാനം പറഞ്ഞത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളാണ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ എല്ലാ എന്താ പറയാ എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള കംപ്ലൈന്റുകൾ അത് റിട്ടേൺ ആയിട്ട് എഴുതിയൊക്കെ ആൾക്കാർ ടോപ്പ് മാനേജ്മെന്റിലേക്ക് കൊടുക്കും. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അതായത് പേഴ്സണൽ മാനേജറുടെ കയ്യിലൂടെ ഒക്കെ ആയിരിക്കും അത് പോകുക. അയാളിലൂടെയാണ് ടോപ്പ് മാനേജ്മെന്റിലേക്ക് എത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഡ്വൈസറി അങ്ങനെയുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആളായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തർക്കങ്ങളൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്കറിയാം, ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല എല്ലാവരും, പല ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് ഡിഫറെന്റ് നേച്ചർ ഉള്ളവര്, ഡിഫറെന്റ് ഫീലിങ്സ് ഉള്ളവരൊക്കെയാണ് ഒരു റൂഫിന്റെ കീഴിൽ ജോലിക്കായിട്ട് വരുന്നത്. അന്നേരം പല പ്രശ്നങ്ങളും ചില ആളുകളുടെ ആശയങ്ങളോട് മറ്റൊരാൾക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താകും? ഡിസ്പ്യൂട്ട് ആയിട്ട് മാറും, തർക്കങ്ങളായിട്ട് മാറും. അത്തരം തർക്കങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് തർക്കങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അത്തരം ഡിസിപ്ലിനറി ആക്ഷൻസ്
എടുക്കുക മറ്റുള്ള എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അവസാനം കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ അവരുടെ വേജസ് സംബന്ധമായിട്ടുള്ളതോ സാലറി സംബന്ധമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നടത്തുക. ഇതൊക്കെ ഈ പേഴ്സണൽ മാനേജറുടെ ഈ പറയുന്ന റോളുകളിൽ വരുന്നതാണ്. ഈ ഓരോ റോളിലും എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ, ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഏതൊക്കെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഓരോന്നിനും നമുക്ക് എന്താ പറയാ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഒന്ന് ആ ഒരു പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഓഫ് വേർഡ്സോ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലീഡർഷിപ്പ് പ്രോസസ് ആയിരുന്നു. ലീഡർഷിപ്പ് പ്രോസസ് എങ്ങനെയാ? ഒരു ലീഡർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ കൂടി അതിനകത്ത് സ്വാധീനിക്കുക, മറ്റുള്ളവരെ. അത് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ആ കാര്യം ആ ഒരു ഫ്രേസ് ഓർത്താൽ മതി. ഏതിലാണ്? ലീഡർഷിപ്പ് പ്രോസസ്സിൽ. പിന്നെ എന്താ പറയുന്നത്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. ഒരു ജസ്റ്റിഫിക്കേഷൻ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരാളായിരിക്കും. അത്തരം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ കോമ്പൻസേഷൻ, ഈക്വൽ ഫെയർ ടു ഓൾ. എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഫെയർ കോമ്പൻസേഷൻ, എല്ലാവർക്കും എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ മിതമായ അല്ലെങ്കിൽ അവരർഹിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. വേജസ് സംബന്ധമായിട്ടായിരിക്കാം, മറ്റേതെങ്കിലും ആയിരിക്കാം. ആരോടും എന്തെങ്കിലും തരത്തിലുള്ള ചായ്വ് അല്ലെ, ചില ആളുകളോട് പ്രത്യേകം ഫേവറിസം കാണിക്കുക, ചിലരോട് ചില രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, വിവേചനങ്ങൾ കാണിക്കുക, അങ്ങനെയൊന്നും പാടില്ല. ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എല്ലാവരെയും. വെദർ മെൻ ഓർ വിമൻ എന്തായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അങ്ങനെ പാടില്ല. റിച്ച് ഓർ പുവർ അങ്ങനെ വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിട്ടും കൊടുക്കണ്ട. ആ ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ, ആ ഒരു ഫ്രേസ് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്താ? കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ആണ്. അതായത് ഒരു മൊത്തത്തിലുള്ള ജോലിനെ ഡിവൈഡ് ചെയ്ത്, ഒരു വലിയ ജോലി ആയിരിക്കാം ചിലപ്പോ ഇവിടെ എന്താ പറയാ ഇങ്ങനെ ഒരുപാട് നമ്മളൊരു ഈ കോഴ്സുകൾ പഠിപ്പിച്ച് നിങ്ങളെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം, ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ. നിങ്ങളെല്ലാവരും അതിന് അർഹരാകുന്ന സർട്ടിഫിക്കറ്റ് തരുന്നത് വരെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ദോസ് ആർ നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതങ്ങോട്ട് എത്തണം അല്ലെ. നിങ്ങളെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് ടീച്ചേഴ്സിന്റെ ഫോൺ നമ്പറോ മറ്റോ ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില കംപ്ലൈന്റുകൾ അറിയിക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ PROസിനെ ആയിരിക്കും അറിയിക്കുക, അല്ലെങ്കിൽ സെറിനെയോ മാഡത്തിനെയോ ഒക്കെ ചിലപ്പോൾ ആയിരിക്കും വിളിച്ച് അറിയിക്കുക അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ടോട്ടൽ ടാസ്ക് ഈസ് ഡിവൈഡഡ് ഇൻടു സിമ്പിൾ അതായത് കുഞ്ഞു ടാസ്കുകളായിട്ട് പഠിപ്പിക്കുന്നത് ഒരു കൂട്ടര് അല്ലെ. ഇതിന്റെ ടെക്നിക്കൽ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആളുകൾ. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിവിഷൻ ഓഫ് ടോട്ടൽ വർക്ക് ആണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ. ദാറ്റ് മീൻസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓരോരോ ടാസ്ക് കൊടുക്കുക. എനിക്ക് പഠിപ്പിക്കാനാണ് എന്റെ ഒരു കഴിവ്. മറ്റ് വിഭാഗത്തെക്കാൾ കൂടുതൽ എനിക്ക് ഉള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് പഠിപ്പിക്കാനാണ്. സോ എന്നോട് പഠിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് തന്നിരിക്കുന്നത്. മറ്റൊരു വിഭാഗത്തിൽ ടെക്നിക്കൽ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്, മനുഷ്യൻ തന്നെ പ്രവർത്തിപ്പിക്കണം. എന്തെങ്കിലും ഫോൾട്ടുകൾ വന്നാലും അരിയർ വന്നാലും എന്ത് കേടുപാട് വന്നാലും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ എറർ മുക്തമാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലെ. ഞാനിപ്പോ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വേർഡ് എന്നിൽ നിന്നും ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റാണ് വരുന്നതെങ്കിൽ അതെനിക്ക് കറക്റ്റ് ചെയ്യാം എന്നെ കൊണ്ട് തന്നെ. മറ്റേത് ഒരു മെഷീൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ വിഭാഗമുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഓരോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ടാസ്കുകൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അത് എല്ലാ ഓർഗനൈസേഷനും അങ്ങനെ തന്നെ. ഞാനിപ്പോ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പൊ ആ ഒരു വേർഡ് നിങ്ങൾക്ക് വേർഡ് അല്ല ഫ്രേസ് ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ മാൻ പവർ പ്ലാനിംഗ് ആണ്. എല്ലാ ഹ്യൂമൻ റിസോഴ്സുകളെ നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. നമുക്ക് റിക്രൂട്ട്മെന്റ് വരും, അതിനകത്ത് എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് വരും, ഇൻഡക്ഷൻ ദാറ്റ് മീൻസ് ഇൻക്ലൂഡിംഗ് എ പേഴ്സൺ ടു എ ജോബ്. ഒരു ജോലിയിലേക്ക് ഒരാളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. പ്രൊമോഷൻസ്, ഡിമോഷൻസ്, ഇതെല്ലാം സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഓർത്താൽ സ്റ്റാഫിംഗ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കാം. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് നോക്കണം.
അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്, എന്റെ ക്ലാസ്സുകൾ എടുത്തത് നോക്കേണ്ടി വരും അല്ലെ, ഏത് രീതിയിലാണ് അത് ആ കേൾക്കുന്ന ശ്രമിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ, എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലാതെ ഒരു കണക്ഷനും ഇല്ലാതെ ഇവിടെ എഴുതിയിരിക്കുന്ന നോട്ടൊന്ന് പറയുന്ന കാര്യങ്ങൾ വേറെ അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയല്ല. ഒരു ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ടീച്ചർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ വി ഹാവ് ടു ഡിസ്ക്ലോസ് എവറിഥിങ് വിച്ച് ഈസ് റിട്ടൺ ഇൻ ദ നോട്ട്. നോട്ടിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് തരേണ്ടത്. അതനുസരിച്ച് ചിലപ്പോൾ നോട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും അല്ലെ. അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തണം. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ വർക്കിനെ നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഷുഡ് ബി ഡൺ സോ ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക് ദ പെർഫോമൻസ് അപ്രൈസൽ. അത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ചിട്ടാണ് എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് പ്രൊമോഷൻസ്, ഡിമോഷൻസ്, പേ റൈസസ്, ട്രാൻസ്ഫേഴ്സ് എക്സെട്ര എക്സെട്ര. അതനുസരിച്ചിട്ടാണ് ഓരോ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കണോ, സ്ഥാനം ഇറക്കം കൊടുക്കണോ, ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് തട്ടണോ, ട്രാൻസ്ഫർ കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ പേ റേറ്റ്സ്, ജോലി ഇയാൾ ചെയ്യുന്ന ജോലി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമാണ്, സോ അദ്ദേഹത്തിന് പേയ്മെന്റ് ഇത്ര കൊടുത്താൽ പോരാ, കുറച്ച് കൂട്ടിക്കൊടുക്കും, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ മനസ്സിലായത് നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ മാത്രമാണ് ഇറ്റ് ക്യാൻ ബി ഡൺ. അത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ വ്യക്തമാക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താ ട്രെയിനിങ്. നമുക്കറിയാം ഇറ്റ് ഈസ് അനദർ തിങ്. മറ്റൊരു കാര്യമാണ് എന്ത്, ട്രെയിനിങ് കൊടുക്കണം. വേണ്ട സമയത്ത് എന്താ പറയാ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, അവരുടെ കറക്റ്റ് ക്വാളിറ്റി ഓഫ് വർക്ക്, അതാണ് ആ വേർഡ് നിങ്ങൾ ഓർത്തിക്കുക. ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് എവറി ഇൻഡിവിജ്വൽ ഹാവ് ടു ബി ഇൻക്രീസ്ഡ്. കറക്റ്റ് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ശരിയാക്കണം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം, ഗ്രോ ചെയ്യിപ്പിക്കാമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡെവലപ്മെന്റ് അതിന്റെ ട്രെയിനിങ് പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യണം. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്, അതെന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫ്രേസ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡുകൾ കൊടുക്കുക. എംപ്ലോയീസിന് അവർ ചെയ്യുന്ന ജോലിക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ സാലറി ആയിക്കോട്ടെ, അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രേഡ് യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ, അത്ര ഓർത്താൽ മതി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയർ റിഗാർഡിംഗ് വേജസ്, ബെനിഫിറ്റ്സ് എക്സെട്ര എക്സെട്ര. അവരുടെ വർക്കിംഗ് ടൈമുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇച്ചിരി സ്പീഡ് കൂടിപ്പോ ടീച്ചറെ, എങ്കിലും അതെന്റെ മനസ്സിലവിടെ തന്നെ കിടക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. നിങ്ങളല്ലേ പറഞ്ഞോ? യെസ്, ഓക്കെ. അപ്പൊ അതെന്റെ മനസ്സിൽ അവിടെ തട്ടി തന്നെ കിടന്നു. പിന്നീട് വീട്ടിൽ പോയപ്പോഴും എനിക്ക് അത് തന്നെ ചിന്ത, എന്നാലും അങ്ങനെ പിള്ളേർ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ വേണ്ട പിന്നെ അത് പറയണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചെറുതാണെങ്കിലും ഒരു കാര്യം അങ്ങനെ പറയുമ്പോ അത് കറക്റ്റ് ചെയ്യാതെ പോയതിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെയുമല്ല കുറെ പേരൊക്കെ ആ ഒരു എന്താ പറയാ ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അടുത്ത ഒരു ടോപ്പിക് ആണ് പേഴ്സണൽ പോളിസിയാണ്. ഇനി എന്താ പേഴ്സണൽ പോളിസി എന്ന് പറയുമ്പോ, പേഴ്സണൽ പോളിസി, പേഴ്സണൽ മീൻസ് എന്താ, തൊഴിലാണ്. തൊഴിലിന്റെ ചില നയങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് തൊഴിൽ ചെയ്യുന്നത് ആരാ, എംപ്ലോയീസ്, തൊഴിലാളികൾ തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ, അത് നമ്മുടെ ഹോസ്പിറ്റൽസ് മാത്രമല്ല, മറ്റേത് ഓർഗനൈസേഷൻ നമ്മൾ എടുത്താലും വി ക്യാൻ സീ ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ അല്ലെ. പല ലെവലിൽ, ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ പറയുന്ന എംപ്ലോയീസിനെയൊക്കെ വി ഹാവ് ടു, ഇവരൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഈ മാനേജ് ചെയ്യേണ്ട രീതിക്ക് there should be some policies established such as guidelines. അതായത് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ആ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിലപ്പോ ആ വർക്കിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും, കുറെ നിയമവശങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എംപ്ലോയീസ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കുറെ റിട്ടൺ പോളിസീസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗൈഡ്. നമുക്കതൊരു ഗൈഡായിട്ട് ഇങ്ങനെ മാതൃകയാണ്, ഇങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. ആൻഡ് യുവർ ടൈം ഈസ് ഫ്രം ഹിയർ ടു ഹിയർ. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് 1 മണിക്കൂർ ക്ലാസ് ആണ് ഒരു ദിവസത്തില്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ടൈം ടേബിൾസ് ഉണ്ട്, കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു കം ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഇത്ര മണിക്ക് നമ്മൾ ക്ലാസ്സിൽ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരണം. ആൻഡ് യു ക്യാൻ ലീവ് ഫ്രം ദ ഓഫീസ് ഓർ ഫ്രം ദ ഓർഗനൈസേഷൻ ദിസ് ടൈം. ഇന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാം, നിങ്ങളുടെ ലഞ്ച് ടൈമിൽ. അങ്ങനെ ഓരോ ഓർഗനൈസേഷനും ഓരോ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ട ചില റൂൾസ്, ചില ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ
അത് ഉണ്ടാക്കി വെച്ചിരിക്കുക. നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കണം. ഓരോരുത്തർ വരുമ്പോ അങ്ങനെ ചെയ്യാറില്ല. ഇതാണ് ഇവിടുത്തെ രീതി. അപ്പൊ വരുന്നവരും അത് ഫോളോ ചെയ്തോളും. പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നവരും ഒക്കെ ഇതൊക്കെ ഫോളോ. സോ ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസിന്റെ ചില പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു രൂപം. അതെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ടു അച്ചീവ് അവർ ഗോൾ ഓർ ഔട്ട്കം ഓർ ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഒബ്ജക്റ്റീവ്, നമ്മളുടെ റിസൾട്ട്, നമ്മുടെ ഗോള് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ഗൈഡായിട്ട് സ്വീകരിക്കാവുന്ന ഒരു പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സണൽ പോളിസി എന്ന് വിളിക്കുക. സോ യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. ആ സെന്റൻസ് എന്തായാലും അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? ഇനി വീണ്ടും ഒന്നുകൂടി കുറച്ചുകൂടി ലഘുവായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ്. പറഞ്ഞല്ലോ, അത് തന്നെ കുറച്ച് നിയമങ്ങളാണ്. ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സണൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓർ സിറ്റുവേഷൻസ്. ഒരു ഹ്യൂമൻ റിസോഴ്സുകൾ, അതായത് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാം, അവർ ഉപയോഗിക്കേണ്ടതായ ചില നിയമങ്ങൾ, കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള ചില റൂൾസിനെയാണ് പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. രണ്ടും ശരി തന്നെ, മറ്റ് രണ്ട് രീതിയിലായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്നു, ഒരു എംപ്ലോയി ആണ് ഞാൻ ഇവിടുത്തെ. ആ എംപ്ലോയി ആയി എനിക്ക് ഐ ഹാവ് ടു ഫോളോ സം റൂൾസ് വിച്ച് ഈസ് ദ പോളിസി റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില റൂൾസ് ഇവിടെ ഉണ്ട്. അത് ഞാൻ ഫോളോ ചെയ്യണം. ഈച്ച് ആൻഡ് എവരി വൺ ഹൂസ് വർക്കിംഗ് ഇൻ ദിസ് ഓർഗനൈസേഷൻ, അല്ലെ? ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും അത് ഫോളോ ചെയ്യണം. അല്ലാതെ ഞാൻ എന്റെ നേരത്തിന് തോന്നിയ പോലെ വേറെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വേറെ സ്റ്റാഫുകളൊക്കെ അവരുടെ രീതിയിൽ അങ്ങനെ പാടില്ല. എല്ലാവർക്കും എംപ്ലോയീസിന് എങ്ങനെയാണോ കുറെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്, അത്തരം പോളിസീസിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. അഗൈൻ യു ഹാവ് ടു അണ്ടർലൈൻ ദ സെക്കൻഡ് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ചെയ്തോ? വേഗം വേഗം. ഇനി കുറച്ച് വേഗം പോകാം. കാരണം ഇതൊക്കെ ഇനി സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഒരു അനങ്ങുന്നില്ലല്ലോ ഇന്ന് ആരും. ഹലോ ഹലോ. ആ യെസ്, ആക്റ്റീവാകെ നിങ്ങളൊന്ന് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഫെസ്റ്റിവൽ സീസൺസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എല്ലാവരും ഡൗൺ ആയി പോയാ. നമുക്ക് ഇനി കുറച്ച് ആക്റ്റീവ് ആകേണ്ട സമയമാണ് കേട്ടോ. പരീക്ഷയൊക്കെ നമുക്ക് ഈ 2 മൊഡ്യൂൾസ് കൂടി കഴിയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്, വായിക്കാൻ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ബൈ സെറ്റിംഗ് സച്ച് എ പേഴ്സണൽ പോളിസീസ്? ഇത്തരം തൊഴിൽപരമായ നയങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ കുറെ പേഴ്സണൽ പോളിസീസ് ഉണ്ടാക്കുന്നത്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ബിഹൈൻഡ് ഇറ്റ്? അതിന്റെ നേട്ടം, അതിന്റെ പിന്നിലുള്ള നേട്ടം എന്താ? യെസ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ടു 2 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അതുകൊണ്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ്, അതായത് നമ്മുടെ പേഴ്സണൽ മാനേജേഴ്സിനെ ഓരോ എന്താ പറയാ ലെവൽ ഓഫ് ചില പല വിഭാഗങ്ങളില് പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് ദയർ സുപ്പീരിയേഴ്സ്, അവരുടെ മുകളിലുള്ള ഉന്നതന്മാരായിട്ടുള്ള ജോലിക്കാരോട് അല്ലെങ്കിൽ ഇവരുടെ സുപ്പീരിയേഴ്സിനോട് കൺസൾട്ട് ചെയ്യാതെ they can take their own decision. ഇങ്ങനെയുള്ള പേഴ്സണൽ പോളിസി, ഈ പോളിസി ഇങ്ങനെയല്ലേ, ഈ രീതി തന്നെ, ഇതിന്റെ റൂൾ ഇങ്ങനെയല്ലേ, അപ്പൊ മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്യണ്ട. കാരണം ഇതിങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. സോ ആസ് എ മാനേജർ, ഞാനാണ് നിങ്ങളുടെ പേഴ്സണൽ മാനേജർ എങ്കിൽ ആ മാനേജർക്ക് അറിയാം ഹൗ ടു ഡീൽ വിത്ത് ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സോ അയ്യോ ഇങ്ങനെ ഒരു കാര്യം വന്നു, എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ടോപ്പിനോട് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനോട് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? വി നോ, ഓർ ദ പേഴ്സണൽ മാനേജർ ക്യാൻ നോ what are the policies regarding it. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് എന്താണെന്ന് ആൾക്കറിയാം. അതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഒരൊറ്റ സെക്കൻഡ് കേട്ടോ, ഒരു മിനിറ്റ്. സോറി.
ഹലോ, സോറി ട്ടാ, നെസസറി ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എടുക്കേണ്ടി വന്നത്. ഞാൻ എടുക്കില്ലായിരുന്നു, 2-3 പ്രാവശ്യം വിളിക്കുന്നു, അതുകൊണ്ടാണ് അടുത്ത കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അപ്പോ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അതാണ്, അതായത് ഒരു മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ചില പേഴ്സണൽ പോളിസീസ് നമ്മൾ സെറ്റ്, ഇപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ പറയുന്ന എംപ്ലോയീസിന് വേണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ പോളിസീസ് ലംഘിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് എവിടെയെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സുപ്പീരിയേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട. അല്ലാണ്ട് ശരിയാണ് നിങ്ങൾ ചെയ്ത തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റൂൾ ഫോളോ ചെയ്തില്ല, ഇന്ന സമയത്താണ് എല്ലാ ദിവസവും വരണ്ടേ, ആൻഡ് യു ഹാവ് ബ്രേക്കൺ ദാറ്റ് റൂൾ, ആ ഒരു നിയമം തെറ്റിച്ചു, 9:30 വരണം എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് വന്നിരിക്കുന്നു. ഇത് ഞാൻ പേഴ്സണൽ മാനേജർക്ക് അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന പേഴ്സണൽ മാനേജർക്ക് എന്തറിയണം, ഇന്ന ടൈമിങ്ങിലാണ് ആളുകൾ വരേണ്ടത്, എംപ്ലോയീസ് വന്ന് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ക്വിറ്റ് ചെയ്ത് പോകണം എന്നൊക്കെ അറിയാം. പക്ഷെ അതിന് അയ്യോ ഇന്ന ആള് ഇന്ന് നേരം വൈകിയാണല്ലോ വന്നെ, എന്താ ചെയ്യണ്ടേ, അവിടെ നമുക്കില്ല, ആള് ടൈം ഔട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്തിന് എത്തിച്ചേർന്നിട്ടില്ല, നമുക്കത് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം, ഇന്ന ആള് ഇത്ര സമയം ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മൾ അതിന് സുപ്പീരിയറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പോളിസീസ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ്, അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു, ഈ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. വിതൗട്ട് കൺസൾട്ടിങ് വിത്ത് ദെയർ സുപ്പീരിയേഴ്സ് ദേ കൻ ടേക്ക് ഡിസിഷൻസ്, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം സുപ്പീരിയേഴ്സുമായിട്ട് ആലോചിക്കാതെ. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ് ഈസ് ഓൾസോ എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ വെൽഫെയർ എന്ന് വെച്ചാൽ എന്താ, ഈ പോളിസീസ് ഒക്കെ ഇങ്ങനെ നമ്മൾ നിയമങ്ങളൊക്കെ ഇങ്ങനെ രൂപീകരിച്ച് ഇങ്ങനെ കാര്യങ്ങളാണെന്ന് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചാൽ അത് എംപ്ലോയീസിന് ഗുണകരമാണ്, ഒരു ലോങ് ടേം വെൽഫെയർ ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും അത് ഫോളോ ചെയ്ത് വെക്കോളും, തോന്നിയ പോലെ ആകില്ല. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഓൾസോ ക്രിയേറ്റ് എംപ്ലോയി ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി തമ്മിൽ നല്ല ബന്ധം. അപ്പൊ നമുക്ക് അവിടെ വലിയ ഈ റൂൾസ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, എംപ്ലോയർ നല്ല ടേംസിൽ പോകും. ഓക്കെ, മാത്രമല്ല ആരോടും there is no favoritism and also there is no discrimination, ആരോടും പ്രത്യേക രീതിയിലുള്ള പരിഗണനയോ ആരോടും വിവേചനോ ഒന്നുമില്ലാതെ അതൊക്കെ ലെസൺ ചെയ്യാം. ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കുക. ഇതൊക്കെ കുറച്ച് പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ എംപ്ലോയീസിനും അവരവരുടേതായ നിലനിൽപ്പിന്റെ ക്ഷേമം അവർക്ക് ദീർഘകാലത്തേക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ 2 അഡ്വാൻറ്റേജ് ആണ് പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളത്. ഒന്ന്, സുപ്പീരിയേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ പേഴ്സണൽ മാനേജർ ക്യാൻ ടേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്, അല്ലെ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ സുപ്പീരിയേഴ്സിനോട് കൺസൾട്ടേഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ they can decide. ഇനി second one, they can also ensure long-term employee welfare and also makes a good relationship between the employer and employee, which is also lessened favorism and also discrimination. ഇത് വിവേചനോ എന്തെങ്കിലും ആരോടെങ്കിലും ചില ഫേവറിറ്റ്സോ കുറയ്ക്കാനൊക്കെ സാധിക്കും. ആരോടെങ്കിലും പ്രത്യേക പരിഗണന, അവർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു, ചിലരോട് അതില്ല, അങ്ങനെയൊന്നും അതൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു പേഴ്സണൽ പോളിസീസ് കൊണ്ട് സാധിക്കും. മനസ്സിലായോ 2 അഡ്വാൻറ്റേജ്? ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? സോ 2 അഡ്വാൻറ്റേജസും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, അത് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം 2 അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഇനി പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ, തൊഴിലാളിയെ സംബന്ധിക്കുന്ന കുറെ പ്രീ പ്ലാൻഡ് ഉള്ള റൂൾസ് ഒക്കെ എന്തിനാ ഉണ്ടാക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താ? ഒന്ന്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്താ, ഓരോരുത്തരുടെയും ജോലി സുരക്ഷിതമാക്കുക, ജോലി സുരക്ഷിതത്വം, അതാണ്. അപ്പൊ എനിക്കൊരു പേഴ്സണൽ പോളിസി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന നാളത്തേക്ക് വരികയാണ്. അപ്പൊ നമുക്കൊരു സെക്യൂരിറ്റി, ഞാൻ എന്റെ ജോലിയിൽ എനിക്കൊരു സുരക്ഷിതത്വ ബോധം വളർത്താൻ പറ്റും. ഓക്കെ, അതൊന്ന്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് ആണ്. ഫെയർ വേജസ് എന്നാക്കിപ്പോ അത് FAIR എന്നൊക്കെ ആക്കാമോ? ഫെയർ വേജസ് എന്ന് വെച്ചാൽ ഒരു റീസണബിൾ വേജസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് നമ്മളുടെ അർഹിക്കുന്ന ഒരു കൂലി, ഓക്കെ, അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരം പോളിസീസ്. അതെ, ഇന്ന വിഭാഗം ഇന്ന സെഷനിലുള്ള എംപ്ലോയീസിനൊക്കെ ഇത്രയാണ് കൂലി അല്ലെങ്കിൽ ഇത്രയാണ് വേജസ്, ഇന്ന വിഭാഗക്കാർക്ക് ഇത്രയാണ് സാലറി, അതൊക്കെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചാൽ there will be no discrimination, ആരോടും വിവേചനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ
ഓക്കെ, ആളോട് പ്രത്യേക പരിഗണന, ഒരേ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു, രണ്ടാളുകൾക്ക് രണ്ട് രീതിയിലുള്ള കൂലി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്ക്രിമിനേഷനിലേക്ക് പോകില്ലേ? അത് വിവേചനമല്ലേ? അല്ലേ? അത് പാടില്ല, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, എല്ലാവർക്കും അവരർഹിക്കുന്ന രീതിയിലുള്ള വേതനം, കൂലി. ഓക്കെ, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇൻഡസ്ട്രിയുമായിട്ട് ഓർഗനൈസേഷനുമായിട്ട് പരസ്പരമായിട്ടുള്ള നല്ല ബന്ധം. സൗണ്ട് എന്ന് പറഞ്ഞ ഒച്ചയുണ്ടാക്കി നല്ലത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നല്ലത് എന്ന വാക്കും ചിലപ്പോഴൊക്കെ ഈ ഒരു സൗണ്ടിന് ഉണ്ട്. നല്ലത്, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഗുഡ് റിലേഷൻ, ദാറ്റ്സ് ഓൾ. അതന്നെ, ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നല്ലൊരു ബന്ധം. അപ്പൊ എല്ലാവർക്കും ഒരേപോലെയുള്ള പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ കുറെ കുറയ്ക്കാൻ പറ്റും. ഇത്തരം പോളിസീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത് എന്നിട്ട് നടപ്പിലാക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. പോളിസീസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അത് ഫോളോ ചെയ്യുന്നില്ല, എന്നിട്ടും ചില കാര്യങ്ങളിലൊക്കെ ഫേവറിറ്റിസം കാണിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. അത് ഇവിടെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇതിന് സാധിക്കും, പേഴ്സണൽ പോളിസീസിന്. പിന്നെ ട്രെയിനിങ് ഓഫ് എവ്രി വൺ, എല്ലാവർക്കും ട്രെയിനിങ് ആവശ്യം വേണ്ട സമയത്ത് എല്ലാവർക്കും ഏത് ലെവലിലുള്ള എംപ്ലോയീസിനാണോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അവർക്കൊക്കെ കൃത്യമായ സമയത്ത് എല്ലാവരെയും ട്രെയിൻ ചെയ്യുക. Then optimum use of human resource, പരമാവധി ശരിയായ രീതിയിൽ ഓരോ എംപ്ലോയീസിനെയും ഉപയോഗിക്കുക. ഇപ്പൊ എന്റെ എന്താ പറയാ കഴിവ്, ഒരു ടീച്ചർ എത്രത്തോളം ആളുടെ കഴിവുണ്ട് എന്ന് കുറച്ച് ക്ലാസ്സുകൾ കാണുമ്പോഴോ ചിലപ്പോ ചില ആളുകളുമായിട്ടൊക്കെ അവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കോ വർക്കിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എത്രത്തോളം കഴിവുള്ളവരാണ്, എത്രത്തോളം എഫിഷ്യന്റ് ആണ്. അപ്പൊ അവരുടെ എഫിഷ്യൻസി പൂർണ്ണമായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കണം. എന്റെ അറിവ്, എന്റെ കഴിവ്, അല്ലേ അങ്ങനെയുള്ള എല്ലാം എന്നിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അത് പരമാവധി ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോഴാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ ആളെ ജോലിക്കെടുത്തത് ഇത്ര രൂപ സാലറി ഒക്കെ ഓഫർ ചെയ്ത് ആള് ജോലിക്ക് വന്നു തുടങ്ങി. സോ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ ജോലിക്കാരുടെയും പെർഫോമൻസ് എന്താണ് നമ്മൾ അസസ് ചെയ്യുന്നു. അസസ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കണം ഓരോരുത്തർക്കും ഇത്ര കഴിവുകളുണ്ട്, ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത്രയും കഴിവുള്ള ഒരാളെ ഇവിടെ ഇരുന്നിട്ടാണോ നമ്മൾ വേറെ കഴിവുള്ള ആളെ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇവിടെ ജോലി ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ടാണ് ഇനി പുതിയൊരാളെ ജോലിക്ക് എടുക്കണോ വേണമെന്ന് നിശ്ചയിക്കാനായിട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒപ്റ്റിമം യൂസ് ആണ്, മാക്സിമം യൂസ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, പരമാവധി ഉപയോഗപ്പെടുത്താം. ആൻഡ് നെക്സ്റ്റ് വൺ, റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. എന്താ ഹ്യൂമൻ ഡിഗ്നിറ്റി? നമുക്കറിയാം ഓരോ മനുഷ്യന്മാർക്ക് അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, അന്തസ്സുണ്ട്, അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ അർഹിക്കുന്ന അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും എംപ്ലോയീസിന് വരാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇപ്പൊ എന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന എന്തെങ്കിലും എന്നോട് ഓർഗനൈസേഷനിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ? അപ്പൊ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ട്, ആ ഡിഗ്നിറ്റിയെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയില്ല. അവരുടെ ഡിഗ്നിറ്റി കൂടി നോക്കുക, ആ ഡിഗ്നിറ്റി കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട ജോലികൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്, പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? യെസ്, നെക്സ്റ്റ് അതിലേക്ക് പോവുകയാണ്, അടുത്തതിലേക്ക് പോവുകയാണേ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആണ്. ഇനി എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്? നേരത്തെ പറഞ്ഞ പേഴ്സണൽ പോളിസിയുടെ തത്വങ്ങൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്? പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എന്ത് ജോലി ചെയ്യണം, ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ജോലി എന്താണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ചെയ്യേണ്ട ജോലിക്കുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇപ്പൊ ഒരാൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ, ഒരു എംപ്ലോയിയെ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി എടുക്കുമ്പോൾ അവിടെ ആൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിലപ്പോൾ ആൾക്ക് അറിയണമെന്നില്ല, അല്ലെ? ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു, എനിക്ക് ജോലി കിട്ടി, പക്ഷെ ആ ഓർഗനൈസേഷനിൽ എന്റെ കഴിവ് എന്താണ് ഞാൻ അവിടെ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ഐ ഷുഡ് ബി ട്രെയിൻഡ്. എനിക്ക് അതിനുള്ള ട്രെയിനിങ് ഇടണം. നീ എന്താ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാനാണോ? ഇപ്പൊ MA പഠിച്ചു, അല്ലെങ്കിൽ MCOM പഠിച്ചു, അല്ലെങ്കിൽ MSc പഠിച്ചു, അവിടെ എന്താ മെയിൻ ആയിട്ട് പഠിച്ചേ? MCOM ആണെങ്കിൽ അക്കൗണ്ടിങ് കുറെ പഠിച്ചിട്ടുണ്ട്,
ഓക്കെ, അതിന്റെ നീ ഇവിടെ അവിടെ പഠിച്ചത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ എന്നെ ഏത് ഒരു പൊസിഷനിലേക്കാണോ പോസ്റ്റിലേക്കാണോ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ വാട്ട് ടു ബി ഡൺ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് ഇന്ന കാര്യമൊക്കെയാണ്. ഇന്ന അക്കൗണ്ട്സിൽ നീ ഇന്ന കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഐ ഷുഡ് ബി പ്രൊവൈഡ് ട്രെയിനിങ്, അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രം. ക്ലിയർ ആയോ, മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞപ്പോ സയൻസ് പഠിച്ചുകൊണ്ട് വന്നു. സയൻസിൽ തന്നെ പല പല വേരിയേഷൻസ് ഉണ്ട്. കെമിസ്ട്രി മെയിൻ ആയിട്ട് എടുത്തവരുണ്ടാകാം, ബയോ എടുത്തവരുണ്ടായിരിക്കാം, മാത്സ് എടുത്തവരുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഏതാണ് ഞാൻ ഇവിടെ ഇപ്പൊ അപ്ലൈ ചെയ്തത്? എനിക്ക് ജോലി കിട്ടി, ഞാനിവിടെ എന്താ പറയാ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്തു. ആൻഡ് ഐ എം സെലക്ടഡ്, റിക്രൂട്ടഡ്, ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു, റിക്രൂട്ട് ചെയ്യപ്പെട്ടു, ഒരു ജോലി വന്നു. ഇന്ന പൊസിഷനിലാട്ടോ എനിക്ക് ജോലി. അവിടെ വാട്ട് ഐ ഹാവ് ടു ഡു, എന്താണ് ആ ജോലിക്കാരൻ ചെയ്യേണ്ടത്, അതിനുള്ള ട്രെയിനിങ്. ഓക്കെ, പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. എന്ത് ചെയ്യണം? ഇനി ആ പേഴ്സണൽ പോളിസീസിന്റെ മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് കൃത്യമായ വ്യക്തികളെ കൃത്യമായ സ്ഥലത്ത് ഇടുക. ടീച്ചിങ് അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ ടീച്ചിങ്ങിൽ ഇട്ടു. മറ്റ് ചിലപ്പോ ഏതെങ്കിലും വിഭാഗം തന്നാൽ ചിലപ്പോ അവിടെ കൊള്ളാവും. ഓക്കെ, അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ കൂളായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഇതാണ്. സോ ഐ ഹാവ് ടു ബി പോസ്റ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ എന്താ പറയാ പ്ലേസ്. ആ ഒരു പ്ലേസിലാണ് എന്നെ പ്ലേസ് ചെയ്യേണ്ടത്. അതേസമയം അപ്പൊ അങ്ങനെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലാതെ എനിക്കറിയാൻ പാടാത്തൊരു ജോലി തന്നിട്ട് നീ അത് പഠിച്ച് ചെയ്ത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അല്ലെ? നമ്മളുടെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് എടുക്കാൻ വരുമ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പറയും, ഇന്ന ടീച്ചർ എടുത്തപ്പോ വെച്ചാൽ അവർ ഞങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ മറന്നുപോയാ? ഓ യെസ്, ഉണ്ടായിട്ടുണ്ട്. യെസ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ എല്ലാവരും ക്ലാസ്സുകൾ എടുക്കുന്നു, അപ്പൊ ചിലപ്പോ ചില ആളുകൾ എടുക്കും, നിങ്ങൾക്കത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നില്ല, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ക്ഷമിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യും. നിങ്ങളുടെ റിയാക്ഷൻ രീതി എങ്ങനെയാണെന്നുള്ളത് അവിടെ കംപ്ലൈന്റ് ആയിട്ട് PROസിനെ അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കും. സോ വി ഹാവ് ടു ടേക്ക് ആക്ഷൻസ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. അല്ല നീ ഇവിടെ ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാനുള്ള സമയമില്ല. ബിക്കോസ് ഇതൊരു ഷോർട്ട് ടേം കോഴ്സാണ്, ഒരു 6 months കോഴ്സാണ്. ഇവിടെ നമുക്ക് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് പോലെയോ 4 വർഷത്തെ കോഴ്സ് പോലെയോ ഒന്നും അല്ല. സമയമില്ല. നീ അത് അവിടെ ഇരുന്ന് പഠിപ്പിച്ച് ശരിയാക്കി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് കൂടെ ആളുകൾ പ്ലേസ് ചെയ്യണം. സോ റൈറ്റ് പേഴ്സണിനെ റൈറ്റ് പ്ലേസിൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് മറ്റൊരു പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്. Then the third one, supply the right tools and right conditions of work. ഓരോ ജോലിക്കാരനും ജോലി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള ടൂൾസ് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ജോലി ചെയ്യേണ്ട ആൾക്കാണെങ്കിൽ അതിനുള്ള സിസ്റ്റം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല അവർക്ക് ആ ജോലി ചെയ്യാനുള്ള വർക്കിംഗ് കണ്ടീഷൻ അതുകൂടി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് സിറ്റുവേഷൻ ഫേവറബിൾ ആകണം. എന്നാൽ അനുകൂലമായ സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം. വർക്കിംഗ് കണ്ടീഷൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. Then make the organization coordinated team through proper coordinate and administration of various departments and divisions. അതായത് ഒരു എന്താ പറയാ ഓർഗനൈസേഷനോടുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, പല ഡിവിഷൻസും പല ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പല ഡിവിഷൻസും ഒക്കെ ആയിട്ടുണ്ട്. അവരെല്ലാം ഒരു ടീമായിട്ട് ഒരു പ്രോപ്പർ കോർഡിനേഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. അതും ഇതിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെന്താ? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ്സ്, റെക്കഗ്നീഷൻ. അതായത് ആളുകൾക്ക്, ഓരോ എംപ്ലോയീസിനും അവർക്ക് സുരക്ഷിതത്വ ബോധം എന്തിലൊക്കെ അവരുടെ അവസരങ്ങളിൽ, അവരുടെ ഇൻസെന്റീവ്സിൽ അവർക്ക് വേണ്ട റെക്കഗ്നീഷൻ, അംഗീകാരം, ഇതൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കണം, അവർക്ക് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് അവസരങ്ങൾ വരുമ്പോൾ അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി എംപ്ലോയീസിന് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി വന്നു, അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കാരണം ആള് അത്രയ്ക്ക് എഫിഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ നമുക്കപ്പൊ അത്തരം അവസരങ്ങൾക്ക് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ഓപ്പർച്യൂണിറ്റി, ആൽസോ ഇൻസെന്റീവ്സ് ആൻഡ് റെക്കഗ്നീഷൻ. പിന്നെ എന്താണ്? ലുക്ക് അഹെഡ് ഓർ പ്ലാൻ അഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ബെറ്റർ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. ഇതിന്റെ പേഴ്സണൽ പ്രോസസിന്റെ
പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസിൽ വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അതും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചൊക്കെ നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കാമോ വേഗം? ആ ഒരു 6 പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ വായിച്ചേ. വായിച്ചു കഴിഞ്ഞോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? അടുത്ത പറഞ്ഞോട്ടെ. പറയേ ഇത് പറ്റി കഴിഞ്ഞു. ഭാഗം എടുത്തോട്ടെ. ഫോർത്ത് പോയിന്റ് മേക്ക് ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ടീം. അതായത് ഓർഗനൈസേഷൻ ഒരു കോർഡിനേറ്റഡ് ടീം എന്ന് വെച്ചാൽ എന്താ? എല്ലാം ഏകീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു ടീം എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പല ഡിവിഷൻസും ഒക്കെ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഓരോ കുഞ്ഞു ഡിവിഷൻസ് ആയിട്ടൊക്കെ എന്താ പറയാ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പക്ഷെ എങ്കിലും എല്ലാത്തിനെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പോളിസി, അതാണ് പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്യുമ്പോൾ അത്തരം ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഡിവിഷനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത്തരം പോളിസീസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. യെസ്, അപ്പൊ നെക്സ്റ്റ് വൺ അടുത്ത നമ്മുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസി. ഒരു നല്ല പേഴ്സണൽ പോളിസിക്ക് നല്ല തൊഴിൽപരമായ നയങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവരി വൺ ഓർ എവരി എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഓരോരുത്തർക്കും എല്ലാ എംപ്ലോയീസിനും എളുപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത് പറ്റില്ല. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ എംപ്ലോയീസിന്റെയും ലക്ഷ്യമായിരിക്കുന്നത്. അപ്പൊ അവിടെ പോസിറ്റീവ്സിന് മാത്രമേ എന്താ പറയാ സ്ഥാനമുള്ളൂ. ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ വരാൻ പാടില്ല. അപ്പൊ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ളതും ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് എന്നാണ്. അതൊന്ന് സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയേക്കണം. EASLY എന്നാണ്. 6 ആണ് അവിടെ കിടക്കുന്നത്. ഏർലി അണ്ടർസ്റ്റുഡ് എന്നാണ് പറഞ്ഞേക്കണേ. അതില് നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് AR ആണ്. എങ്ങനെയാണോ നിങ്ങളുടെ ഈസിലി തന്നെയാണോ? തെറ്റിയേക്കെ. ഈസിലി നോക്കാം. ഈസിലി അണ്ടർസ്റ്റുഡ്, എളുപ്പം മനസ്സിലാകുന്നത്. കുറെ നേരം ഈ പോളിസി എന്തൊക്കെയാണ് നയം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് എല്ലാ എംപ്ലോയീസിനും എല്ലായ്പ്പോഴും ക്ലിയർ ആയിട്ടും പോസിറ്റീവായിട്ടും എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുമായിരിക്കണം പേഴ്സണൽ പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഇനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പേഴ്സണൽ പോളിസി ഷുഡ് ബി ഇൻ റിട്ടൺ ഫോം, എഴുതി തയ്യാറാക്കിയതല്ല, വാക്കുകൊണ്ട് പറഞ്ഞതല്ല. വാക്ക് പഴയ ചാക്ക് കണക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിന്റെ പ്രോവർബൊക്കെ ഇല്ലേ? എന്നുവെച്ചാ എന്താ, വാക്കുകളും പഴയ ചാക്കുകളും കണക്കാന്ന് വെച്ചാൽ ഇത് മാറ്റാൻ പറ്റും നമുക്ക്. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു, അത് ഞാൻ തന്നെ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇനി
അത് എന്നെ കൂടെ സാധ്യമായില്ലോ ഞാൻ എന്ത് ചെയ്യും? മാറ്റി പറയും തീർച്ചയായിട്ടും അല്ലെ, മാറ്റാൻ പറ്റും, കാരണം വാക്യം മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം, എന്നാൽ അത് എഴുതി തയ്യാറാക്കിയതാണല്ലോ, ഇറ്റ് കനോട്ട് ബി ക്യാൻസൽഡ് ഓർ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല, കാരണം അത് എഴുതി തയ്യാറാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എഗ്രിമെന്റ് ആയിട്ട് എഴുതി പിടിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കോളേജിലോ സ്ഥാപനത്തിലോ പഠിച്ചു പോരുമ്പോൾ നമുക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യും. സോ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു സെന്റൻസ് അവിടെ എഴുതി വാങ്ങിച്ച് സൈൻ ചെയ്യിപ്പിച്ചു വെക്കും. എന്താണ്? ഐ ഹാവ് റിസീവ്ഡ് മൈ ഓൾ സർട്ടിഫിക്കറ്റ്സ്, എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ റിസീവ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് ആണെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നു, മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു അല്ലെ. ഇതൊക്കെ എഗ്രിമെന്റ് പോലെ നമ്മൾ അവിടെ ഒരു എഗ്രി ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ എഴുതി ഡേറ്റ് ഒക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈൻ ചെയ്ത് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ ആയിരിക്കണം എന്ത് പോളിസീസ് ഇതുപോലെയുള്ളൊക്കെ രൂപീകരിക്കുമ്പോൾ അത് എഴുതി തന്നെ തയ്യാറാക്കി വെക്കണം അല്ലെ. അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? ഓ, അത് അങ്ങനെയൊന്നും അല്ല, അത് അന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? തിരുത്തിയൊക്കെ പറയാൻ പറ്റും. അത് പാടില്ല. അത് എല്ലാം ഒരുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എഴുതി തന്നെ തയ്യാറാക്കി ക്ലിയർ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഈസിലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കണം എന്ത് പേഴ്സണൽ പോളിസീസ് ഫോം ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, when it is written, it should be also written in local language. എന്ത് ചെയ്യണം? എഴുതി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അത് ലോക്കൽ ലാംഗ്വേജിലും എഴുതണം. ഇനി നമുക്കറിയാം മിക്കവർക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മിക്ക കാര്യങ്ങളും എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുക. കാരണം കുറെ ആളുകളൊക്കെ കുറെ ഡെവലപ്ഡ് ആയി അവരുടെ എന്താ പറയാ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാക്കി. പക്ഷെ എങ്കിലും ആ ഇംഗ്ലീഷിലാണ് മെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയോടെ സ്റ്റാൻഡേർഡും കൂടി നോക്കിയിട്ടാണ് എല്ലാം ഇംഗ്ലീഷിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്യുക അല്ലെ, പ്രസന്റ് ചെയ്യാം. ചില സൈൻ ബോർഡുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് അഡ്വർടൈസ്മെന്റ് ചില ഓർഗനൈസേഷനെ കുറിച്ചുള്ള പരസ്യങ്ങൾ കൊടുക്കും, അത് ഇംഗ്ലീഷില്. പക്ഷെ എങ്കിലും അത് അതിന്റെ താഴെ അല്ലെങ്കിൽ അതിന്റെ ഇതായിട്ട് എന്താ പറയാ മലയാളത്തിലും ലോക്കൽ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് കൂടി അത് അറിയിക്കണം. കാരണം എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ പുറത്തുനിന്നൊക്കെ ചിലപ്പോൾ ആളുകൾ വരും. സോ അവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് കൂടെ ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം. അപ്പൊ ലോക്കൽ ലാംഗ്വേജിലും കൂടി എഴുതണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോ ഏത് നാട്ടിലുള്ള അവിടുത്തെ ലൊക്കാലിറ്റിയിലെ ലാംഗ്വേജിലും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമാണ് എല്ലാ കാര്യങ്ങളും എഴുതാം. പേഴ്സണൽ പോളിസീസും എഴുതി വെക്കുമ്പോൾ അത് ലോക്കൽ ലാംഗ്വേജിലും എഴുതണം. ബിക്കോസ് എംപ്ലോയീസ് എല്ലാവരും തന്നെ ചിലപ്പോൾ ഇംഗ്ലീഷ് നോളജ് ഉള്ളവർ ആവണമെന്നില്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് മനസ്സിലാക്കുന്നവര് ആവണമെന്നില്ല. ഓക്കെ, ഇനി it should be generally known to all those who are interested. അറിയേണ്ടവർക്കെല്ലാം അറിയിക്കുന്ന രീതിയിലായിരുന്നു. പേഴ്സണൽ പോളിസീസ് എല്ലാ എംപ്ലോയീസിനുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അറിയിക്കണം. എല്ലാ ആ ഒരു ഓർഗനൈസേഷനിലെ ഇച്ച് ആൻഡ് എവറി എംപ്ലോയീസ്, അതാണ് പറഞ്ഞേക്കുന്നത്. ഹു ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ എംപ്ലോയീസിനും ആ ഒരു പോളിസീസ് ഒക്കെ അറിയണ്ടേ. അപ്പൊ അറിയാണ്ടവരൊക്കെ അറിഞ്ഞിരിപ്പിക്കണം, എന്താ പറയുക, അറിയിച്ചിരിക്കണം. ജനറലി എല്ലാവർക്കും പൊതുവായ കാര്യങ്ങൾ അറിയേണ്ടത് ആരൊക്കെയാണോ അവരെയൊക്കെ അറിയിച്ചിരിക്കണം. ഇനി it should be written in order to preserve it against loss. നമ്മുടെ ഓർഗനൈസേഷനെ ഏതെങ്കിലും ഒരു നഷ്ടത്തിൽ നിന്ന് എന്താ പറയാ പിന്തുണപ്പിക്കാൻ അല്ലെങ്കിൽ നഷ്ടസാധ്യതകളെ ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിസർവേഷൻ കൂടി ആയിരിക്കണം പോളിസീസ് രൂപിച്ചു വയ്ക്കേണ്ടത്. അതായത് ഓർഗനൈസേഷന്റെ നഷ്ടത്തിലേക്ക് നയിക്കുന്ന പോളിസീസ് ഒന്നും എഴുതി പിടിപ്പിക്കാൻ പാടില്ല. അതെന്തായാലും ചെയ്യില്ല, പക്ഷെ എങ്കിലും അതൊരു മുൻകരുതലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓർഗനൈസേഷന് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി it should be reasonably stable but not rigid. സ്റ്റേബിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോളിസി ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മാറ്റണതായിരിക്കും. സ്റ്റേബിൾ ആയിട്ട് ഇപ്പൊ ഇത് ഈ മാസം ഇങ്ങനെ പോട്ടെ, അടുത്ത മാസം നമ്മൾ ഈ പേഴ്സണൽ പോളിസി നമ്മൾ ചേഞ്ച് ചെയ്യും, വേറെ ആക്കും എന്ന് പറയാൻ പാടില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസി ഫോം ചെയ്യാം. പക്ഷേ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. ഭയങ്കര എന്താ പറയാ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റാൻ ഒട്ടും പറ്റാത്ത രീതിയിലുള്ള പോളിസിയും ആയിരിക്കരുത്. അയ്യോ ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് നമുക്ക് ഇത്രയും അത് റിജിഡാകുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ അനങ്ങാപ്പാറ പോലെ ആക്കുക എന്നാണ്. ഒരിക്കലും മാറ്റാൻ പറ്റാതെ ചിലപ്പോ ചില കാര്യങ്ങള് സാഹചര്യങ്ങൾക്കനുസരിച്ച് വി ഷുഡ് മേക്ക് സം ചേഞ്ചസ്, ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലെ. അതല്ല അപ്പൊ അത്രയ്ക്ക് കർക്കശമായിട്ടുള്ള അതാണ് നമുക്കതാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പോളിസീസ് ആയിട്ട് രൂപീകരിച്ച് വെക്കരുത്. ഫിക്സഡ് ആയിരിക്കണം, പക്ഷെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും അത്ര ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ വി ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച്, അത് നമുക്ക് മാറ്റാൻ കൂടി പറ്റുന്ന രീതിയിലായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? പോയിന്റ് മനസ്സിലായില്ലേ? പേഴ്സണൽ പോളിസി രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നല്ലൊരു പേഴ്സണൽ പോളിസി ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്.
ഇനി it should be result of careful analysis of all available facts. നിലവിലുള്ള എല്ലാ വസ്തുതകളെയും അടിസ്ഥാനമാക്കി വേണം പേഴ്സണൽ പോളിസി രൂപീകരിക്കാൻ. നിലവിൽ എന്തൊക്കെയാണ് കറന്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാക്ടുകൾ വസ്തുതകളിലേക്ക് ബേസ് ചെയ്ത് പേഴ്സണൽ പോളിസി രൂപീകരിക്കും. അത്തരം കാര്യം വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ കൃത്യമായി നടത്തണം, കെയർഫുൾ ആയിട്ട് നടത്തിയിട്ട് വേണം പോളിസി ഫ്രെയിം ചെയ്യാനായിട്ട്. ഇനി ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഒരുപോലെ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ മുഴുവനും എല്ലാവർക്കും ഒരുപോലെ എന്താ പറയാ ഫോളോ ചെയ്യാൻ പറ്റുന്ന യൂണിഫോമിറ്റി എന്തിലുണ്ടായിരിക്കണം പേഴ്സണൽ പോളിസിക്ക്. ഒരേപോലെ എഴുതുന്നത് എനിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരേപോലത്തെ പോളിസി, എനിക്ക് വേറെ പോളിസി മറ്റും അങ്ങനെ പാടില്ല, എല്ലാവർക്കും ഒരുപോലെ. അതാണ് ഉദ്ദേശിച്ചത്. And it should provide a two-way communication system between the management and the employees. ഇപ്പൊ ആ പോളിസീസ് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോ we should be able to communicate. നമുക്ക് എന്തെങ്കിലും എംപ്ലോയീസിന് എന്തെങ്കിലും മാനേജ്മെന്റിനോട് പറയാനുണ്ട്, മാനേജ്മെന്റിനെ എന്തെങ്കിലും നമ്മളെ അറിയിക്കേണ്ടത്, അങ്ങനെ ഒരു two-way communication രീതിയിലുള്ള പോളിസി വേണം ഫ്രെയിം ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്താ പറയാ മാനേജ്മെന്റ് പറയുന്നത് മുഴുവൻ റേഡിയോ പോലെ കിട്ടുകൊണ്ടേ ഇരിക്കാൻ പാടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പോളിസിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇന്നത്തെ കാലത്ത് സമ്മതിക്കില്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ സ്ലേവ്സ് ആയിട്ട് അടിമകളെ പോലെ ജോലി ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ നമുക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങോട്ട് എന്ത് പറഞ്ഞാലും എന്താ പറയാ ഒരു മറുത്തൊരു അക്ഷരം പറയാതെ ജോലി ചെയ്യാനായിട്ട് എന്താ പറയാ അവര് നിർബന്ധിതരായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടമൊന്നുമല്ല ഇന്ന് അങ്ങനെയല്ല. വി ഹാവ് സം റൈറ്റ്സ് അല്ലെ, നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ ഓരോ ഓർഗനൈസേഷനും ഓരോ എംപ്ലോയീസും ഉണ്ട്. അപ്പൊ അങ്ങനെ പോളിസീസ് ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ അപ്പൊ ആ രീതിയിലും കൂടി അതും കൂടി ഇത് നോക്കണം. ഈ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിസിഷൻ ഇന്നൊരു സജഷൻ, ഇപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്, അപ്പൊ എനിക്ക് എന്റേതായ ഒരു സജഷൻ വേണമെങ്കിൽ പറയാലോ. അപ്പൊ അതിനുള്ള ഒരു ഇത് ഉണ്ടാവണം. അല്ലാതെ അങ്ങോട്ട് പറയാൻ പാടില്ല, കേട്ടാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു രീതിയാണത്. മാനേജ്മെന്റും എംപ്ലോയീസും ഷുഡ് ബി ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം അവിടെ ഫോളോ ചെയ്യാനായിട്ട് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പോളിസി ആയിരിക്കണം ഫ്രെയിം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ സൗണ്ട് എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് എ പോളിസി. പേഴ്സണൽ പോളിസി രൂപീകരിക്കുമ്പോൾ നല്ലൊരു പേഴ്സണൽ പോളിസിയാണ് രൂപീകരിക്കുന്നതെങ്കിൽ അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഓക്കെ, അതിൽ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യേണ്ട 2-3 പോയിന്റ് ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യണം, പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് 3 മാർക്ക് ചെയ്യണം. പേഴ്സണൽ പോളിസീസ് എങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ഫോർ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട് ആവൂല ക്വസ്റ്റ്യൻ വരാം. പേഴ്സണൽ പോളിസി ഷുഡ് ബി എന്നാവണം. ഓക്കെ, ആ ഇറ്റ് എല്ലായിടത്തെയും ഇറ്റ് എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ഇറ്റ് എല്ലാത്തിന്റെയും ഒരു പ്രോനൗണാണ്. ഏതിന്റെ പ്രോനൗണാ? പ്രോനൗണൊക്കെ കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷൊക്കെ പഠിക്കാറുണ്ടായിരുന്നല്ലോ. ഡിപ്ലോമക്കാർക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനില്ലേ? ഇംഗ്ലീഷില് ടീച്ചർ പഠിപ്പിച്ചോ? നൗണിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് പേഴ്സണൽ പോളിസിയാണ്. പേഴ്സണൽ പോളിസി ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. പേഴ്സണൽ പോളിസി ഒരു റിട്ടേൺ ഫോമിലായിരിക്കണം. പേഴ്സണൽ പോളിസി ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നത് ഇങ്ങനെ പേഴ്സണൽ പോളിസി റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് പകരം ആ നൗണിന് പകരം നമ്മളൊരു മറ്റൊരു കുഞ്ഞു നൗൺ ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് വിളിക്കുക. അവിടുത്തെ പ്രോനൗണാണ് ഇറ്റ്. ആ ഇറ്റ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായിക്കേണ്ടത് പേഴ്സണൽ പോളിസി എന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? Personal policy should provide a two-way communication between the employer and employees. Clear ആയോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ അവസാനത്തെ പോയിന്റ് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചേക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, സമയം കളയുന്നില്ല. 3 മിനിറ്റ് ഉണ്ട്. ആ 3 മിനിറ്റിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. അപ്പൊ പേഴ്സണൽ പോളിസി അത് എന്തിനാണ് ഫ്രെയിം ചെയ്യുന്നത്, അതിന്റെ 2 അഡ്വാൻറ്റേജസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സൗണ്ട് പേഴ്സണൽ പോളിസിക്ക് വേണ്ട എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ ഒന്നാമത്തെ ആ ഒരു കുഞ്ഞ് പാരഗ്രാഫ് മാത്രം നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തിനാണത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷനിലുള്ള പല പ്രവർത്തനങ്ങൾ
സച്ച് ആസ് എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ, ടാസ്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലി ആർക്കൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ഈ ജോലിയൊക്കെ നമ്മളെങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മളെങ്ങനെ സൂപ്പർവൈസ് ചെയ്യണം, ആൻഡ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ, നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ടാസ്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ടാസ്കുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന ടാസ്കുകളെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുക. An organization structure is how activities like task allocation, coordination and supervision are directed towards the achievement of organizational goal. മനസ്സിലായോ? ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്കുകള്, നമ്മളുടെ ടാസ്കുകൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതെങ്ങനെ സൂപ്പർവൈസ്, അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഞാനിവിടെ നിർത്താണ്. നമ്മളിന്ന് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ ഒന്നുകൂടി നമ്മളൊന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നു, നിങ്ങൾക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞ് നമ്മളിന്ന് പഠിച്ചത് പേഴ്സണൽ പോളിസി എന്താണ്, അത് ചില സെറ്റ് ഓഫ് പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒക്കെ ചില നിയമങ്ങൾ, നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങൾ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അവരെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം, അങ്ങനെ വേണ്ട കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പോളിസി, പേഴ്സണൽ പോളിസി എന്ന് വിളിക്കാം. അത് രൂപീകരിക്കുന്നത് കൊണ്ടുള്ള രണ്ട് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു, പിന്നെ ഒരു സൗണ്ട് പേഴ്സണൽ പോളിസിക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, ആൻഡ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് മാത്രം പറഞ്ഞു. അതിന്റെ ബാക്കി കോൺസെപ്റ്റ്സ് ഒക്കെ അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെയൊക്കെ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകാണ്, എല്ലാം കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യും. ചിലപ്പോ നമ്മൾ മറന്നുകൊണ്ട് തന്നെയല്ല, എല്ലാവരും ഒറ്റ ക്ലാസ്സിൽ ഇരുന്ന് അത് മാർക്ക് ചെയ്ത് വരും. അപ്പൊ ഞാനിരുന്ന് പണി നിൽക്കാതിരിക്കുന്ന പോലെ തോന്നും, വെറുതെ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം 1/4 മണിക്കൂർ പോയാലും പണിയല്ലേ, അതില്ലാതിരിക്കാനാണ് പറയുമ്പോ അത് മാർക്ക് ചെയ്യാൻ പറയുന്നത്. സോ സി ഓക്കെ, താങ്ക് യു.